നമ്മുടെ 9th ക്ലാസ്സാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് LVDT ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം, LVDT നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, LVDT ഹാസ് ഓപ്ഷൻ 2 പ്രൈമറീസ്, 1 സെക്കൻഡറി, 2 സെക്കൻഡറീസ്, 3 സെക്കൻഡറീസ്. ഇതാണ് ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് പഠിക്കേണ്ടത് LVDTയുടെ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പം നമുക്കിത് ഓൾറെഡി പഠിക്കാനുണ്ട്. കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നോക്കി വെച്ചിട്ട് ലാസ്റ്റ് നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണിച്ചത് വേറൊന്നിനുമല്ല, പഠിക്കുമ്പം എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടാനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിന് മുമ്പ് തന്നെ കാണിച്ചത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, LVDT ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ്. LVDT എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ടൈം എന്നിവയാണ്. അപ്പോൾ LVDT യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് LVDT ആണ്. LVDTക്കകത്ത് എന്താ മെഷർ ചെയ്യുന്നത്? LVDTക്കകത്ത് മെഷർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. LVDT മെഷർ ചെയ്യുന്നത് എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താണ് LVDT? ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ ആണ് LVDT. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. ഇതിനെ വേറൊരു പേരിലും വിളിക്കാറുണ്ട്, അതായത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ എന്നും വിളിക്കാറുണ്ട്. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ എന്നും വിളിക്കാറുണ്ട്. ഇനി ഇതൊരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ പേരിൽ തന്നെ പറഞ്ഞു ഇതൊരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറാണ്. എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 2 വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് നമുക്ക് 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. 2 സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇതൊരു പാസീവ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഫോമർ ആണ്. അതായത് ഇൻഡക്റ്റൻസിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ് LVDT എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ LVDTയുടെ കൺസ്ട്രക്ഷൻ നോക്കാം. കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്. ഒരൊറ്റ പ്രൈമറി വൈൻഡിങ്, സിംഗിൾ പ്രൈമറി വൈൻഡിങ് ആണ്. സിംഗിൾ പ്രൈമറി വൈൻഡിങ് P1 ഉണ്ട്. അതുപോലെ നമുക്ക് 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്, S1ഉം S2ഉം. അപ്പോൾ എത്ര വൈൻഡിങ് ഉണ്ട്? മൊത്തം 3 വൈൻഡിങ് ഉണ്ട്. ഒരു പ്രൈമറി വൈൻഡിങ്ങും 2 സെക്കൻഡറി വൈൻഡിങ്ങും. ഈ 2 സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് വൗണ്ട് ചെയ്തേക്കുന്നത്. അതായത് 2 സെക്കൻഡറിയുടെ നടുക്കാണ് പ്രൈമറി ഇരിക്കുന്നത്. അപ്പോൾ 2 സെക്കൻഡറി പ്രൈമറി വൈൻഡിങ്ങിൻ്റെ അപ്പുറയും ഇപ്പുറയുമായിട്ടാണ്. 2 സെക്കൻഡറിയുടെ മിഡിലാണ് പ്രൈമറി വൈൻഡിങ് ഇരിക്കുന്നത്. ഇതെല്ലാം വൗണ്ട് ചെയ്തേക്കുന്ന എന്തിൻ്റെ പുറത്താണ്? ഒരു ഹോളോ സിലിണ്ട്രിക്കൽ ഫോർമറിൻ്റെ പുറത്താണ് ഇത് വൗണ്ട് ചെയ്തേക്കുന്നത്. ഹോളോ സിലിണ്ട്രിക്കൽ ഫോർമറിൻ്റെ പുറത്താണ് ഇത് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കൺസ്ട്രക്ഷൻ പറയുമ്പം ഒരു പ്രൈമറി വൈൻഡിങ്ങും 2 സെക്കൻഡറി വൈൻഡിങ്ങും. ഇതൊരു തവണ PSC ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഒരു പ്രൈമറി വൈൻഡിങ്ങും 2 സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. 2 സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ നടുക്കാണ് പ്രൈമറി വൈൻഡിങ് ഇരിക്കുന്നത്. ഇതെല്ലാം വൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ഹോളോ സിലിണ്ട്രിക്കൽ ഫോർമറിലാണ്. ഈ 2 സെക്കൻഡറി വൈൻഡിങ്ങിനും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും. 2 സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. അതായത് ഈ 2 സെക്കൻഡറി വൈൻഡിങ്ങും എല്ലാ തരത്തിലും ഐഡൻറ്റിക്കൽ ആയിരിക്കും. അപ്പം രണ്ടും പ്രൈമറി വൈൻഡിങ്ങിൻ്റെ 2 സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതെല്ലാ തരത്തിലും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇനി പ്രൈമറി വൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മളൊരു AC സോഴ്സാണ് കണക്ട് ചെയ്യുന്നത്. പ്രൈമറി വൈൻഡിങ്ങിലേക്ക് AC സോഴ്സ് കണക്ട് ചെയ്യും. ആ AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 50 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ഏത് ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യും. പ്രൈമറി വൈൻഡിങ് നമ്മളൊരു AC സോഴ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ ഹോളോ സിലിണ്ട്രിക്കൽ ഫോർമർ ഇല്ലേ, ഹോളോ സിലിണ്ട്രിക്കൽ ഫോർമർ, അതിനകത്ത് മൂവ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. ഹോളോ സിലിണ്ട്രിക്കൽ ഫോർമറിനകത്ത് മൂവ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. ഈ സോഫ്റ്റ് അയൺ കോറിന് ഒരു ആമുണ്ട്. ആ ആമിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഹോളോ സിലിണ്ട്രിക്കൽ ഫോർമറിനകത്ത് മൂവ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ് അയൺ കോറുണ്ട്. സോഫ്റ്റ് അയൺ കോറിൻ്റെ എൻഡിലുള്ള ആമിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത് നമ്മൾ തിയററ്റിക്കലി ആണ് സോഫ്റ്റ് അയൺ കോർ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി ഈ സാധനം ഉണ്ടാക്കുന്നത് നിക്കൽ അയൺ അലോയ് വെച്ചിട്ടാണ്. ഒരു മെറ്റൽ അലോയ് ആണ്. നിക്കലിൻ്റെയും അയണിൻ്റെയും അലോയ് വെച്ചിട്ടാണ് പ്രാക്ടിക്കലി നമ്മൾ ഈ കോറ് ഉണ്ടാക്കുന്നത്. എഡ്ഡി കറൻറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി കോറിനകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. എഡ്ഡി കറൻറ്റ് ലോസ് കുറയ്ക്കാൻ കോറിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോട്ട്സും പ്രൊവൈഡ് ചെയ്യും. ഇത്രയുമാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് S1 എന്ന് പറയുന്ന സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ES1 ആണെന്ന് വിചാരിക്കുക. S1ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? ES1ഉം S2 എന്ന് പറയുന്ന സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? ES2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ES1ൻ്റെയും ES2ൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ES1ൻ്റെയും ES2ൻ്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയാൻ വേണ്ടി നമ്മൾ കോറിൻ്റെ 3 പൊസിഷനാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയും കോറ് സെൻറ്ററിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താ? നമ്മുടെ മൂവ് ചെയ്യുന്ന കോറില്ലേ, ആ കോറ് സെൻട്രൽ പോർഷനിൽ സെൻറ്ററിലായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് കോറിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. മൂന്നാമത്തെ കേസായിട്ട് നമ്മൾ പറയുന്നത് കോറിനെ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. നമ്മൾ ആദ്യം പറയുന്നത് കോർ എവിടെയാണ്? നോർമൽ പൊസിഷൻ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനിൽ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ നോർമൽ അല്ലെങ്കിൽ നൾ പൊസിഷൻ എന്ന് പറയും. നൾ പൊസിഷൻ അവിടെ ഇരിക്കുമ്പം 2 സെക്കൻഡറിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് സെയിം ആയിരിക്കും. കാരണം കോർ ഇരിക്കുന്നത് എവിടെയാണ്? സെൻട്രൽ പോർഷനിലാണ്. ഒരേപോലെയാണ് 2 എൻഡിലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സെക്കൻഡറിയുമായിട്ടും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് സെയിം ആയിരിക്കും. അപ്പം 2 സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജോ? 2 സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. 2 സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഈക്വൽ ആയിരിക്കും. അതായത് ES1 ഈക്വൽ ടു ES2 എന്നായിരിക്കും. ES1 ഈക്വൽ ടു ES2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടും? ES1ൻ്റെയും ES2ൻ്റെയും ഡിഫറൻസ് അല്ലേ? ES1 ഈക്വൽ ടു ES2 ആകുമ്പോൾ ഡിഫറൻസ് എത്രയാണ്? 0 ആയിരിക്കും. അപ്പം കോറ് നൾ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ കോറിനെ മൂവ് ചെയ്യുക. നമ്മൾ എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന കേസ് കോറിനെ എങ്ങോട്ട് മൂവ് ചെയ്യുക? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. കോറ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്താൽ എന്ത് പറ്റും? S1 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എമൗണ്ട് കൂടും. S1 ലിങ്ക് ചെയ്യുന്ന ഫിഗർ നോക്കുക. S1 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് S2 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഓട്ടോമാറ്റിക്കലി കുറയുക ചെയ്യുന്നത്. കോർ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? S1 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കൂടും. S2 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കുറയും. നമുക്കറിയാം ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൂടുതൽ EMF ഇൻഡ്യൂസ് ചെയ്യും. സോ S1ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ES1 കൂടും. കൂടുതൽ EMF ഇൻഡ്യൂസ് ചെയ്യും. S1ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ES1 കൂടും. S2ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കുറയും. S2ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ES2 കുറയും. സോ എന്ത് പറ്റും? നമ്മുടെ E0 അതായത് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ES1 മൈനസ് ES2 ആയിരിക്കും. ES1 മൈനസ് ES2 ആകും. അപ്പോൾ എന്ത് പറ്റും? E0 എന്ന് പറയുന്നത് ES1 ഇൻഫേസ് ആവും. അതായത് S1ൽ ഇൻഡ്യൂസ് ചെയ്ത EMF ES1 ഇൻഫേസ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത്രയും ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് കോറിനെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്തു? റൈറ്റിലേക്ക് മൂവ് ചെയ്തു. കോറിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ എന്നാ പറ്റും? കോറ് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പം S1 ലിങ്ക് ചെയ്തിരുന്ന ഫ്ലക്സ് കുറയും. S2 ലിങ്ക് ചെയ്തിരുന്ന ഫ്ലക്സ് കൂടും. S1 ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കുറയുകയും S2 ലിങ്ക് ചെയ്ത ഫ്ലക്സ് കൂടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും S1ൽ ഇൻഡ്യൂസ് ചെയ്ത EMF കുറയും. ES1 കുറയും. അപ്പുറത്തോ S2ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ES2 കൂടും. ES2 കൂടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ES2 മൈനസ് ES1 ആവും. ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് E0 എന്താവും? ES2 മൈനസ് ES1 ആവും. അത് ഏതുമായിട്ട് ഇൻഫേസ് ആയിരിക്കും? ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ES2 ഇൻഫേസ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ചേഞ്ച് കോറിൻ്റെ മൂവ്മെൻറ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. നമ്മളിപ്പോൾ വർക്കിംഗ് പറഞ്ഞപ്പോൾ തന്നെ അത് കണ്ടു. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ചേഞ്ച് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? കോറിൻ്റെ മൂവ്മെൻറ്റിന് പ്രൊപ്പോർഷണലായിരിക്കും.
അപ്പം നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോർമൽ പൊസിഷൻ അല്ലെങ്കിൽ നൾ പൊസിഷനിൽ എത്രയാണ്? 0യാ. സെൻട്രലിൽ ഇരുന്നാൽ 0യാ. സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെൻട്രൽ പൊസിഷനിൽ നിന്ന് എന്തോരം മാറി എന്നാണ് കാണിക്കുന്നത്. അപ്പം സെൻട്രൽ പൊസിഷനിൽ നിന്ന് നല്ലോണം മാറിയെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നല്ലോണം കൂടുതലായിരിക്കും. ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ കാണിക്കുന്നത്? സെൻട്രൽ പൊസിഷനിൽ നിന്ന് കോറ് എന്തോരം മാറിയെന്നാണ് ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്നത്. അതുപോലെ ഔട്ട്പുട്ടിൻ്റെ ഫേസ് എന്താ കാണിക്കുന്നത്? കോറ് എങ്ങോട്ടാണ് മാറിയെന്നാണ് ഔട്ട്പുട്ടിൻ്റെ ഫേസ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു കോറ് ലെഫ്റ്റിലോട്ട് മാറിയാൽ ES1 ഇൻഫേസ് ആയിരിക്കും, റൈറ്റിലേക്ക് മാറിയ ES2 ഇൻഫേസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഫേസ് എന്താ കാണിക്കുന്നത്? കോറ് ഏത് ഡയറക്ഷനിലാണ് മാറിയെന്നാണ് കാണിക്കുന്നത്. അപ്പം ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെൻട്രൽ പൊസിഷനിൽ നിന്ന് എന്തുമാത്രം മാറിയെന്നും ഔട്ട്പുട്ടിൻ്റെ ഫേസ് ഏത് ഡയറക്ഷനിലാണ് മാറിയെന്നും നമുക്ക് കാണിച്ചു തരും. സോ മാഗ്നിറ്റ്യൂഡും ഫേസും നോക്കിയാൽ കോറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ എമൗണ്ടും ഡയറക്ഷനും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസും നമ്മൾ നോക്കിയാൽ കോറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ എമൗണ്ടും ഡയറക്ഷനും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. LVDTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ലീനിയർ ഫംഗ്ഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. LVDTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ്? കോർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജും അതുപോലെ കോറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 5 മില്ലിമീറ്റർ വരെ ലീനിയർ ആയിരിക്കും. 5 മില്ലിമീറ്ററിന് മുകളിൽ അത് പതുക്കെ ലീനിയാരിറ്റി കാണിക്കാതെ ആവും. ലീനിയാരിറ്റിയിൽ നിന്ന് കർവ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ LVDT നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ബ്രിഡ്ജ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസറിനെ വെച്ച് നോക്കിയാൽ LVDTയും ഇൻഡക്റ്റീവ് ബ്രിഡ്ജ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസറോട് നോക്കിയാൽ LVDTക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കോറിൻ്റെ പൊസിഷനിൽ ചെറിയ മാറ്റമാണെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ ആയിരിക്കും? ഹൈ ആയിരിക്കും. കോറിൻ്റെ പൊസിഷനിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയിരിക്കും. അതായത് ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള LVDT എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിന് 50 മില്ലി വോൾട്ട് ചേഞ്ച് കാണിക്കുന്നത് മുതൽ 1 മില്ലിമീറ്ററിന് 300 മില്ലി വോൾട്ട് ചേഞ്ച് കാണിക്കുന്നത് വരെ അവൈലബിളാണ്. അപ്പം ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള LVDTയുടെ കേസാണ് പറയുന്നത്. ഒരു സിംഗിൾ മില്ലിമീറ്റർ കോറിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നാൽ 50 മില്ലി വോൾട്ട് മുതൽ 300 മില്ലി വോൾട്ട് വരെ ചേഞ്ച് കാണിക്കുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് നോക്കാനുള്ളത് LVDTയുടെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് LVDTയുടെ അഡ്വാൻറ്റേജസ്? അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത്, നമുക്കറിയാം LVDT ഒരു ലീനിയർ ഡിവൈസ് ആണ്. സോ അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് തന്നെ ലീനിയാരിറ്റി ആണ്. LVDT ഒരു ലീനിയർ ഡിവൈസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? അതിൻ്റെ ലീനിയാരിറ്റി ആണ്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ് റെസൊല്യൂഷൻ. ഈ ഡിവൈസിൻ്റെ റെസൊല്യൂഷൻ ഇൻഫിനിറ്റ് ആണ്. റെസൊല്യൂഷൻ ഒരുപാട് കൂടുതലുള്ളൊരു ഡിവൈസാണ്. മൂന്നാമത് പറയുന്നത് ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഹൈ ഔട്ട്പുട്ടാണ്. അപ്പം ഫസ്റ്റ് ലീനിയാരിറ്റി, സെക്കൻഡ് ഇൻഫിനിറ്റ് റെസൊല്യൂഷൻ, മൂന്നാമത്തത് ഹൈ ഔട്ട്പുട്ട്. നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഹൈ സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി ഒരുപാട് കൂടുതലാണ്. പിന്നെ എന്താ പറയുന്നത്? റഗഡ്നെസ് ആണ്. റഗഡ്നെസ് എന്താ പറയുന്നത്? അതായത് വൈബ്രേഷനും ഷോക്കുമൊക്കെ ഓവർകം ചെയ്യാൻ ഈ ട്രാൻസ്ഡ്യൂസറിന് സാധിക്കും. അതാണ് റഗഡ്നെസ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഏതൊക്കെ പറഞ്ഞു? ലീനിയാരിറ്റി പറഞ്ഞു, ഇൻഫിനിറ്റ് റെസൊല്യൂഷൻ പറഞ്ഞു, ഹൈ ഔട്ട്പുട്ട് പറഞ്ഞു, ഹൈ സെൻസിറ്റിവിറ്റി പറഞ്ഞു, റഗഡ്നെസ് പറഞ്ഞു. ആറാമത്തെ ആണ് ലെസ് ഫ്രിക്ഷൻ. നമുക്കറിയാം ഈ ഡിവൈസിനകത്ത് സ്ലൈഡിങ് കോണ്ടാക്റ്റുകളൊന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല, ലെസ് ഫ്രിക്ഷൻ. ദെൻ ലോ ഹിസ്റ്റെറിസിസ് ഇല്ല. പിന്നത്തെ എന്താ പറയുന്നത്? ലോ പവർ കൺസംഷൻ. പവർ കൺസംഷനും കുറവാണ്. സോ അഡ്വാൻറ്റേജസ് ഓഫ് LVDT ഏതൊക്കെയാണ്? ലീനിയാരിറ്റി, ഇൻഫിനിറ്റ് റെസൊല്യൂഷൻ, ഹൈ ഔട്ട്പുട്ട്, ഹൈ സെൻസിറ്റിവിറ്റി, റഗഡ്നെസ്, ലെസ് ഫ്രിക്ഷൻ, ലോ ഹിസ്റ്റെറിസിസ് ആൻഡ് ലോ പവർ കൺസംഷൻ. നമുക്ക് LVDTയുടെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എന്തൊക്കെയാണ് LVDTയുടെ ഡിസഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. അത് നമുക്കറിയാം ഇൻഡക്റ്റൻസിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ് LVDT എന്ന് പറയുന്നത്. സോ എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഇത് സെൻസിറ്റീവ് ആകും. വെളിയിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ വെറുതെ മാഗ്നറ്റിക് ഫീൽഡോ വന്നു കഴിഞ്ഞാൽ ഈ ഡിവൈസ് സെൻസിറ്റീവ് ആണ്. സോ ദിസ് ഡിവൈസ് ഈസ് സെൻസിറ്റീവ് ടു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ
ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസറിനെ അഫക്റ്റ് ചെയ്യും. ഈ ഡിവൈസ് അത് വർക്കിംഗ് ടെമ്പറേച്ചർ എന്താണ് ട്രാൻസ്ഡ്യൂസറിനെ അഫക്റ്റ് ചെയ്യും. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡൈനാമിക് റെസ്പോൺസ് ഈസ് ലിമിറ്റഡ് മെക്കാനിക്കലി ബൈ ദ മാസ് ഓഫ് ദി കോർ ആൻഡ് ഇലക്ട്രിക്കലി ബൈ ദ അപ്ലൈഡ് വോൾട്ടേജ്. ഇപ്പം ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് പറയുന്നത്. മെക്കാനിക്കലി നോക്കിയാൽ കോറിൻ്റെ മാസ് ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യും. ഇലക്ട്രിക്കലി നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ് ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യും. സോ ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. മെക്കാനിക്കലി നോക്കിക്കഴിഞ്ഞാൽ കോറിൻ്റെ മാസും, ഇലക്ട്രിക്കൽ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജും ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യും. അപ്പം 3 ഫാക്ടേഴ്സാണ്, 3 ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഈ ഡിവൈസ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിന് സെൻസിറ്റീവാണ്. രണ്ടാമത്തത്, ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഈ ഡിവൈസിനെ അഫക്റ്റ് ചെയ്യും. മൂന്നാമത്തെ പറയുന്നത് ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്. അതായത് മാസ് ഓഫ് ദി കോറും ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യും, അതുപോലെ തന്നെ അപ്ലൈഡ് വോൾട്ടേജും ഡൈനാമിക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. LVDT ഹാസ് 2 പ്രൈമറി, 1 സെക്കൻഡറി, 2 സെക്കൻഡറീസ്, 3 സെക്കൻഡറീസ്. ഇതിലേതാണ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കിൽ നിന്നാണ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ് ടു കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഇറ്റ്സ് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ? ഏത് ഡിവൈസാണ്? അതൊരു ട്രാൻസ്ഡ്യൂസറാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് ചേഞ്ച് വിച്ച് എ സെൻസർ ക്യാൻ ഡിറ്റക്റ്റ് ഈസ് നോൺ ആസ്. ഒരു സെൻസറിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ചേഞ്ചിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അതതിൻ്റെ റെസൊല്യൂഷനാണ്. സോ നമുക്കിന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്